ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്ട്രിക്. നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവര് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അത് കണക്ക് തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇന്ന് എക്സസൈസ് 2.2ന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ 5x - 4x square plus 3 at ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്ന എക്സിന് 0, എക്സ് ഇസ് ഈക്വൽ ടു -1, എക്സ് ഇസ് ഈക്വൽ ടു 2 ഇങ്ങനെയൊക്കെയാണ് വാല്യൂ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വാല്യൂ ഓഫ് എ പോളിനോമിയൽ പഠിച്ചായിരുന്നല്ലോ അല്ലേ? അപ്പം അത് കണക്ക് തന്നെയാണ് ഇതും കണ്ടുപിടിക്കുന്നത്. അതായത് നമുക്ക് 5x - 4x square plus 3 എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? 5x - 4x square plus 3 അല്ലേ? നമ്മൾ ഇതിന് എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കണം, ഓരോ വാല്യൂ ഇട്ട് കൊടുക്കണം അല്ലേ? നമുക്ക് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? എക്സിന് -1 എന്ന് ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് പി ഓഫ് എക്സ് ആയിട്ട് എഴുതാം. ഇതെങ്ങനെയാന്ന് നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇപ്പം ഒരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ x² + 3xa + 1 എന്നൊരു പോളിനോമിയൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് ഇത് എക്സ് എന്ന വേരിയബിൾ മാത്രമാണെങ്കിൽ നമുക്ക് അതിനെ പി ഓഫ് എക്സ് എന്ന് എഴുതാം. പിന്നെ എക്സിന് വാല്യൂ 1 ആണ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അതിനെ പി ഓഫ് 1 എന്ന് എഴുതാം അല്ലെ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇത് എക്സ് എന്ന വേരിയബിൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് പി ഓഫ് എക്സ് എന്ന് എഴുതാം. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5x - 4x square plus 3 ആണ് അല്ലെ? നമുക്ക് ഇതിന് എക്സിന് 0 ഇട്ട് കൊടുക്കാം. പി ഓഫ് 0 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എക്സിന്റെ ആ വേരിയബിളിന്റെ സ്ഥാനത്ത് മാത്രമാണ് നമ്മൾ 0 ഇടേണ്ടത് അല്ലെ? 5 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? 0 ഇട്ട് കൊടുക്കണം അല്ലെ? അതാണ് നമ്മൾ അടുത്ത മൈനസ് 4 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് വീണ്ടും 0 സ്ക്വയർ പ്ലസ് 3 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 ഇൻറ്റു 0 0 - 4 ഇൻറ്റു 0 സ്ക്വയർ 0 പ്ലസ് 3 അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? പി ഓഫ് 0 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? നമുക്ക് 3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ആൻസർ കിട്ടുന്നത്? 3 എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് പി ഓഫ് -1 അത് നമുക്ക് കാണാം. പി ഓഫ് -1 കാണുമ്പോഴത്തേക്ക് എന്താ? പി ഓഫ് -1 ഈസ് ഈക്വൽ ടു എന്താണ്? 5 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് -1 മൈനസ് 4 ഇൻറ്റു -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3. ഇത് നമ്മൾ മൈനസ് സിമ്പിൾ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. 5 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? -5 അല്ലേ? -4 ഇൻറ്റു -1 ദ ഹോൾ സ്ക്വയർ, -1 ഇൻറ്റു ഹോൾ സ്ക്വയർ -1 ഇൻറ്റു -1 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 1. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? പ്ലസ് അല്ലെ? അപ്പൊ +1 ആയതുകൊണ്ട് 1 എന്ന് എഴുതിയാൽ മതി. അപ്പൊ 4 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു എന്താണ്? 4 തന്നെ അല്ലെ? പ്ലസ് 3 അല്ലെ? അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇതെന്താണ് ആൻസർ കിട്ടുന്നത്? അതായത് -5 -4 പ്ലസ് 3 അല്ലെ? അതെന്താണ് ആൻസർ വരുന്നത്? 5 -5 -4. അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ? -5ഉം -4ഉം കൂടെ കൂട്ടുമ്പോൾ എന്താണ്? -9 അല്ലെ? -9 എന്താണ്? രണ്ടിന്റെയും സിമ്പിൾ ഒരുപോലെ ആണെങ്കിൽ അവ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത് അല്ലെ? -5ഉം -4ഉം കൂടെ ആകുമ്പോൾ -9 പ്ലസ് 3. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? -9ന്ന് 3 പോയാൽ എത്രയാണ് കിട്ടുന്നത്? 6. എന്ത് 6? -6. എന്തുകൊണ്ടാണ്? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ഏതാണോ വലുതിന്റെ സിമ്പിൾ, വലുതെന്ന് പറയുന്നതിന്റെ സിമ്പിള്, അതാണ് നമ്മൾ ഇടുന്നത് അല്ലെ? അപ്പൊ നമ്മൾ രണ്ടും ഒരേ സൈൻ ആയതുകൊണ്ട് തമ്മിൽ കൂട്ടുക. അതുകൊണ്ടൊക്കെയാണ് ഏറ്റവും വലുതിന്റെ സിമ്പിൾ ഏതാണോ അത് നമ്മൾ ഇടുക. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മൈനസ് ആകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം P-1 എന്ന് പറയുന്നത് -6 കിട്ടി അല്ലെ? ഇനി നമുക്ക് എക്സിന് 2 എന്ന വാല്യൂയും കൂടി ഇട്ട് കൊടുക്കണം അല്ലെ? നമുക്ക് ഇനി 2ന്റെ ആണ് കാണാനുള്ള. അപ്പൊ P of 2 is equal to
5 into 2 minus 4 into 2 square plus 3 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 5 into 2 10 minus 4 into 2 square. 4 into 2 square എത്രയാണ്? 2 square 4. അപ്പൊ 4 into 4 16 അല്ലേ? പ്ലസ് 3. നമുക്ക് ഇത് നോക്കിക്കേ, 10ഉം 3ഉം എന്താണ്? സിമ്പൽ സെയിം ആണ്. ഇതും പോസിറ്റീവ് ഇതും പോസിറ്റീവ്. അപ്പൊ എന്താണ്? പോസിറ്റീവ് തമ്മിൽ ആദ്യം നമ്മൾ കൂട്ടുക. 10ഉം പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ഏതാണ്? 13 അല്ലേ? 13. അപ്പൊ 13ൽ നിന്ന് ഇനി നമുക്ക് എന്താണ്? -16 മൈനസ് ചെയ്യണം. അപ്പൊ -16 ചെയ്യുമ്പോഴത്തേക്ക് എത്രയാ വരുന്നത്? 3 വരും. സിമ്പലോ, വലുതിന്റെ സിമ്പൽ എത്രയാണ്? മൈനസ്. അപ്പം എത്ര ആൻസർ വരുന്നത്? -3. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്നുമില്ല, അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ മൈനസ് സിമ്പലൊക്കെ ഒന്ന് വളരെ ശ്രദ്ധയോടെ ചെയ്യുക. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ കണക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം കമന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം. അപ്പം നമ്മുടെ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.